3 absent ആണോ? ഓക്കെ. റോൾ നമ്പർ 13 ഉണ്ടോ? 13. ഓക്കെ. സിസ്റ്റം അപ്രോച്ച് അല്ലായിരുന്നോ ടോപ്പിക്ക് അല്ലേ? അതെ അതെ. അപ്പം സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പം അത് നോക്കിയായിരുന്നല്ലോ. ഓക്കെ. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പം കുറെ 4-5 സിസ്റ്റംസ് ഉണ്ട്. ഓരോ ഓർഗനൈസേഷന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക്, എൻവയോൺമെന്റ്, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റംസ്. അപ്പം ഇതിലെല്ലാ സിസ്റ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്താലേ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം മോശമായ എൻ്റെ സിസ്റ്റം തന്നെ മോശമാകും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന്റെ ഇൻപുട്ടായിട്ട് വരുന്നത് റോ മെറ്റീരിയൽസാണ്. ഈ റോ മെറ്റീരിയൽസ് മോശമാണെങ്കിൽ ബാക്കി എൻ്റെ പ്രോസസ്സും മോശമായി പോകും. ഏതെങ്കിലും ഒരു സിസ്റ്റം മോശമായി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റവും മോശമായി പോകും. അപ്പം നമ്മൾ ഈ സിസ്റ്റം അപ്രോച്ച് പറയുന്നത് ഓരോ സബ് സിസ്റ്റത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ സിസ്റ്റത്തെയും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് ആൻഡ്രിയ അപ്പം പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ്രിയ സ്റ്റാർട്ട് ചെയ്തോ. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മുടെ മാനേജ്മെന്റ് എവല്യൂഷന് പൊതുവെ 3 അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പറയാറ്. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച്, ബിഹേവിയറൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിലെ ഒരു ടോപ്പിക്കാണ് സിസ്റ്റംസ് അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ചിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനെ ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ ബോഡിയൊക്കെ പോലെയുള്ള ഒരു സിസ്റ്റം. ഈ ഡെഫിനിഷൻ നമ്മൾ വായിക്കുമ്പോൾ ആൻ എസ്റ്റാബ്ലിഷ്ഡ് അറേഞ്ച്മെന്റ് ഓഫ് കമ്പോണൻസ് which lead to accomplish of particular objectives as per. നമ്മളെ ഒരു മാനേജ്മെന്റ് നടത്തുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടാവും നമ്മുടെ പ്ലാൻ അനുസരിച്ച്. അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓരോ കമ്പോണൻസിന്റെയും പെർഫെക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പോ അടുത്ത പറഞ്ഞേക്കുന്നത് ഓൾ ഓർഗനൈസേഷൻസ് ആർ ഓപ്പൺ സിസ്റ്റം എന്നാണ്. ഓപ്പൺ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഒരു എക്സ്റ്റേണൽ എൻവയൺമെന്റ് ആയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ട്. അതായത് ഇപ്പൊ ഒരു പുറത്ത് നമുക്ക് സോഷ്യൽ ആയിട്ട് കുറെ ഓപ്പർച്യൂണിറ്റീസോ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയൺമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലും അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓർഗനൈസേഷനെ ഓപ്പൺ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഇനി സിസ്റ്റം ഇസ് കമ്പോസ്ഡ് ഓഫ് എലമെന്റ്സ് ഓർ സബ് സിസ്റ്റംസ്. അതായത് നമ്മൾ ഈ ഹോൾ സിസ്റ്റത്തിനെ നമുക്ക് ഓരോ ചെറിയ ചെറിയ സബ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഒരു മാനേജ്മെന്റ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു HR സെക്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ടാവും, പ്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോ ആ ഒരു HR സെക്ഷൻ തന്നെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ വേരിയസ് ആയിട്ടുള്ള അതിന്റെ സബ് സിസ്റ്റംസ് ഉണ്ടാവും. ട്രെയിനിങ് ആയിരിക്കാം, എംപ്ലോയ്മെന്റ് ആയിരിക്കാം, കോമ്പൻസേഷൻ ആയിരിക്കാം, അങ്ങനെ അതിന്റെ തന്നെ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പോലെ ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള വേരിയസ് എലമെന്റ്സിനെയും സബ് സിസ്റ്റത്തും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹ്യൂമൻ ബോഡി ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിന് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഹോൾ ബോഡിനെ തന്നെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലെ ഓരോ ചെറിയ സിസ്റ്റവും അല്ലെങ്കിൽ ഓരോ ചെറിയ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഹോൾ നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ ചെറിയ സബ് സിസ്റ്റവും റിലേറ്റഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണെന്നും പറയാം. ഇനി ഫീച്ചേഴ്സ് പറയുമ്പോഴേക്കും ഫസ്റ്റ് പോയിന്റ്, സിസ്റ്റം ഹാസ് എ നമ്പർ ഓഫ് സബ്സിസ്റ്റംസ്, പാർട്സ് ആൻഡ് സബ് പാർട്സ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി സെക്കൻഡ് വൺ, ഓൾ ആർ മ്യൂച്വലി റിലേറ്റഡ് ടു ഈച്ച് അതർ. നമുക്ക് ഇപ്പൊ ഒരു കൈയുടെ ഫംഗ്ഷൻ മാത്രമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ കൈക്ക് ഒരു വേദന വന്നാൽ അത് അതിന്റെ മാത്രമല്ല, അത് നമ്മളെ ഹോൾ ആയിട്ട് അഫക്ട് ചെയ്യും നമ്മുടെ ഒരു പെർഫോമൻസിനെ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷനിലെല്ലാം മ്യൂച്വലി റിലേറ്റഡ് ആണ്. ഇനി emphasis of the study of various parts and their interrelationships
must be done rather than in isolation from each other. അതായത് ഒരെണ്ണത്തിനെ അത് മാത്രമായിട്ട് ഒറ്റയ്ക്കായിട്ട് അതിനൊരു നിലനിൽപ്പില്ല. അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഒരു പ്രോസസ്സായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ റിയൽ ലൈഫ് മാനേജ്മെന്റ് പ്രോബ്ലംസിൽ കോംപ്ലക്സിറ്റി ഇത് എടുത്തു കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് ബാക്കിയുള്ള അപ്രോച്ചസിനെക്കാളും കുറച്ചുകൂടെ ഷാർപ്പാണെന്ന് നമുക്ക് പറയാം. ഇനി ആ ഫിഗർ നോക്കുവാണെങ്കിൽ സാർ അടുത്ത സ്ലൈഡ് ഇതല്ലേ? അതെ, ഇതാണ് ഒരു സിസ്റ്റംസ് അപ്രോച്ച് മാനേജ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗർ. അതായത് ആദ്യം നമുക്ക് മേലില് ഇൻപുട്സ് കാണാം. നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ, മാനേജറിയൽ, ടെക്നോളജിക്കൽ ഇൻപുട്സ് ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മളത് ഈ സൈക്കിളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ഫങ്ഷൻസ് കാണാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വിവിധ മാനേജ്മെന്റ് ഫങ്ഷൻസിലൂടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോടെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ആ ഔട്ട്പുട്ട് എക്സ്റ്റേണൽ എൻവയൺമെന്റിലേക്കാണ് പോകുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ എൻവയൺമെന്റും ആയിട്ടുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് കാണാം. അതായത് എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാനേജറിന് ഒരിക്കലും എക്സ്റ്റേണൽ എൻവയൺമെന്റ് മാറ്റാൻ പറ്റില്ല. പക്ഷേ എന്നാലും എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനോട് പ്രതികരിക്കാൻ, അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ എപ്പോഴും ഒരു മാനേജർ റെഡി ആയിരിക്കണം. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ റീഎനർജൈസിംഗ് ദ സിസ്റ്റം എന്ന് കാണാം. അതായത് നമുക്കൊരു, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഔട്ട്പുട്ട്സും നമുക്ക് അടുത്ത സ്റ്റേജിൽ ഇൻപുട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ എന്താ, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനോ, നമ്മളൊരു പുതിയ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹ്യൂമൻ നോളജോ, എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ലോ, അല്ലെങ്കിൽ നമ്മുടെ മെഷീനറിയോ ഒക്കെ ആ സിസ്റ്റത്തിനെ റീഎനർജൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അതാണ് ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത സ്ലൈഡില് നമുക്ക് സിസ്റ്റത്തിന്റെ വേരിയസ് ഇത് കാണാം. അതായത് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇനി ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു കൺവേർഷൻ പ്രോസസ് ഉണ്ടാവും. അതായത് നമുക്കിപ്പോ ഉണ്ടാവുന്ന ക്യാപിറ്റലോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു സർവീസോ ഇൻഫർമേഷനോ എന്തെങ്കിലുമൊക്കെ ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത് അങ്ങനെ ആക്കി മാറ്റാനായിട്ട് നമ്മൾ വേരിയസ് ഫങ്ഷൻസും, അതായത് നേരത്തെ കണ്ട പ്ലാനിങ് അങ്ങനത്തെ സ്റ്റേജസും അവൈലബിൾ റിസോഴ്സസും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കൺവേർഷൻ പ്രോസസ്സ്. ഇനി ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടുന്ന കംപ്ലൈന്റ്സ്, സജഷൻസ്, റിവ്യൂസ് ഒക്കെ നമ്മുടെ ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് വീണ്ടും ഈ സിസ്റ്റത്തിലേക്ക് അത് ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ്, കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. ഇതൊക്കെയാണ് സിസ്റ്റത്തിന്റെ 5 മെയിൻ പാർട്സ്. ഇനി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡയനാമിക് നേച്ചർ ആണ്. അതായത് ഒരു കോംപ്ലക്സ് ആണ്. നമ്മുടെ കുറെ കാര്യങ്ങൾ, ഇന്റർഡിപെൻഡൻസും മ്യൂച്വൽ ഇന്ററാക്ഷനും ടൈം ഡിലേയും ഫീഡ്ബാക്കും ഫ്ലോ ഒക്കെ കൊണ്ട് ഇങ്ങനെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഇനി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റംസ് ആർ ദെയർ. അടുത്തത് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഇനി സിസ്റ്റംസ് അപ്രോച്ചിന്റെ മെയിൻ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് സബ്സിസ്റ്റത്തിനെ, ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് സബ്സിസ്റ്റത്തിനെ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റംസ് അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോബ്ലമോ ചാലഞ്ചോ ഫേസ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല ഈ സബ്സിസ്റ്റത്തിന്റെ അനാലിസിസിനും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ പൊതുവെ ഇതിനെ ഒരു തിയറി ആയിട്ട് മാത്രമാണ് പൊതുവെ പറയാറ്. അതായത് വെയ്ഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്ഷ്യൽ ഐഡിയ ആയിട്ടാണ് സിസ്റ്റംസ് അപ്രോച്ചിനെ പൊതുവെ പറയാറ്. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റാത്ത നോൺ ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇതെന്ന് പറയുന്നത് നമ്മള് വേരിയസ് സബ്സിസ്റ്റത്തിനെയൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡോ ടെക്നിക്കോ ഈ അപ്രോച്ച് ഓഫർ ചെയ്തിട്ടില്ല. അതാണ് ഇതിന്റെ ഡിമെറിറ്റ്. സാർ കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, ആൻഡ്രൂ വയ്ക്കൂ.
അടുത്ത റോൾ നമ്പർ 23 ഉണ്ടോ? ഭരത് വേണുഗോപാൽ. ഭരത് ഉണ്ടോ? ഭരത് വേണുഗോപാൽ അൺമ്യൂട്ട് ചെയ്യും. ഹലോ. ഹലോ ഭരത്, കണ്ടിജൻസി അപ്രോച്ച് പഠിപ്പിക്കാലോ. ഇതല്ലേ ടോപ്പിക്, കണ്ടിജൻസി അപ്രോച്ച്? ഓക്കെ. ഈ കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുമ്പം നമുക്ക് മറ്റൊരു രീതി ഇതിനെ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു മാനേജ്മെന്റ് എപ്പോഴും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. മാനേജ്മെന്റിന്റെ പോളിസീസും പ്രാക്ടീസസും ഒരു എൻവയോൺമെന്റ് ചേഞ്ചിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട് മൊത്തം കോവിഡ് ആണ്. പഴയ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം നമുക്ക് കോളേജ് വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇപ്പം കോളേജ് വെച്ച് നമുക്ക് ഇപ്പം ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറി. ഹലോ. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് മാറി ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മാനേജ്മെന്റ് മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇപ്പം ഭരത് പഠിപ്പിക്കാൻ പോകുന്നത്. ഭരത്തെ സ്റ്റാർട്ട് ചെയ്തോ. ഗുഡ് മോർണിംഗ്. ഞാൻ പറയാൻ പോകുന്ന കോണ്ടിജൻസി അപ്രോച്ചിനെ പറ്റിയാണ്. ഇതൊരു സിറ്റുവേഷണൽ അപ്രോച്ച് ആണ്. ഇപ്പൊ ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ജോൺ വുഡ്വാർഡ് അതുപോലെ ഹിറ്റ്ലറുമാണ്. ഇപ്പൊ ഇതൊരു സിറ്റുവേഷണൽ അപ്രോച്ച് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അത് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും രീതി ഈ അതിന്റെ ചുറ്റുപാടുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുക. ഇപ്പം നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കണം. മറ്റെവിടുന്നെങ്കിലും അവൈലബിൾ ആകുന്ന രീതി നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സിറ്റുവേഷൻസിനനുസരിച്ച് the management must be flexible. Manager must be flexible to face environmental impact in organization. അതായത് ഒരു മാനേജർ ഇപ്പം ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി ഫേസ് ചെയ്യാൻ മാനേജറിന് കഴിയണം. പിന്നെ there is no best way to manage. ഇപ്പം എന്തെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇല്ല. The management is situational and main objective of management is to identify the important variables in the situations. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കണം. അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നതായിരിക്കും. Manager has to apply various approaches or schools of thoughts to management according to demands. അതിന്റെ ഡിമാൻഡ്സിനനുസരിച്ച് മാനേജർ ഇപ്പം വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചുകളും അതുപോലെ തോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാൻ കഴിയണം. Contingency thinking helps managers in several ways in performing their function. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള തിങ്കിങ്, കോണ്ടിജൻസി തിങ്കിങ് അതിപ്പം മാനേജറിനാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആണ്. അത് അവരുടെ ഫങ്ഷൻസ് ചെയ്യാനും അവരുടെ ഫങ്ഷൻസ് വേണ്ടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്, ആ രീതിയിലുള്ള തിങ്കിങ്. It enlarges the area of freedom of operations. നമുക്കാണെങ്കിൽ നമ്മുടേതായ കർമ്മങ്ങൾ അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഫ്രീഡം അത് കൂട്ടുകയാണ് ഈ ഒരു അപ്രോച്ചിലൂടെ. To analyze and understand the environment in which they function before adopting any techniques, process and practices. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമോ, അല്ലെ പുതിയ ടെക്നിക്സ് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ അവിടുത്തെ എൻവയോൺമെന്റ് അറിഞ്ഞിരിക്കണം. അത് ഫങ്ഷൻ ചെയ്യുന്ന എൻവയോൺമെന്റ് അത് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്. There is no specific method that is best for carrying out
ക്യാരിങ് ഔട്ട് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് അതിനൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇല്ല, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. നമ്മൾ സിറ്റുവേഷനിലായിരിക്കണം, ആ സിറ്റുവേഷൻസിന് അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ബേസ്ഡ് ഓൺ ദ internal and external situations, this approaches proposes appropriate actions. നമുക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം അവിടുത്തെ റോ മെറ്റീരിയൽസ് അതുപോലെ അവിടുത്തെ വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം അതിന് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും പല പല കാര്യങ്ങൾ കാണും അതിനെ റിലേറ്റ് ചെയ്തുള്ള. അതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ അപ്രോപ്രിയേറ്റ് ഉള്ള ആക്ഷൻസും മറ്റും എടുക്കുന്നത്. ഓർഗനൈസേഷൻസ് ഹാസ് ടു കണ്ടിന്യൂസ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു എൻവയോൺമെന്റുമായിട്ട് നമുക്കൊരു കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ മെറിറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ലോജിക്കലി സൗണ്ട് അപ്രോച്ച് ആണ്. ഇറ്റ് ഇൻക്രീസസ് ദ സ്കോപ്പ് ഓഫ് ലീഡർഷിപ്പ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ് മാനേജർ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് അതിനെ വേണ്ടുന്ന രീതി കൈകാര്യം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പൊ അതിലൂടെ ഒരു ലീഡർഷിപ്പ് അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊണ്ടുവരികയാണ്. അതുപോലെ ഹൈ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി അത് ഇതിലുണ്ട് ഈ ഒരു അപ്രോച്ച്. നമുക്കാണെങ്കിൽ ഈ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസ് അതുപോലെ സിറ്റുവേഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. തിയറി പ്രൊവൈഡ്സ് ദ ഇൻഫോർമേഷൻസ് അബൌട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇപ്പൊ നമുക്ക് കൃഷ്ണ കമ്പനിയുടെ കാര്യം, അപ്പൊ അതിന്റെ കാര്യത്തിൽ നമുക്കിപ്പോ റോ മെറ്റീരിയൽസിന് ഉണ്ടാകുന്ന ഷോർട്ടേജ് അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരാൻ നേരത്ത് നമ്മളത് മാനേജ് ചെയ്യുന്ന ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് അത് നമുക്ക് ഈ ഒരു അപ്രോച്ചിലൂടെ കിട്ടും. എന്നുവെച്ചാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. Approach propose that the organization should evaluate the performance of leaders in optimal solutions. അതുപോലെ തന്നെ ഇപ്പം നമ്മള് ഇങ്ങനെ ഇതുപോലെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന നേരത്ത് ഈ ലീഡേഴ്സ് കണ്ടെത്തുന്ന സൊല്യൂഷൻസ് അതിനെ ഓർഗനൈസേഷൻസ് വാലുവേറ്റ് ചെയ്യും. പിന്നെ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ തിയററ്റിക്കൽ ബേസ്. ഇതിനൊരു തിയററ്റിക്കൽ ബേസ് ഇല്ല, അതാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ്. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് അണ്ടർലൈൻഡ് പ്രിൻസിപ്പിൾസ്, ദ മാനേജർ working according to the contingency approach has to consider all possible solutions. ഇതിനൊരു അടിവരയിട്ട പ്രിൻസിപ്പിൾസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജറിന് പോസിബിൾസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അതെല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകാൻ നേരത്ത്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഡ്യൂ ടു ദ പ്രസന്റ് ഓഫ് സെവറൽ കോണ്ടിജന്റ് ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും ഇതിനെ നല്ല രീതിയിൽ ഒരു ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഈ ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഡീമെറിറ്റ്സ്. ഹലോ, കഴിഞ്ഞോ? ഹലോ, കഴിഞ്ഞു സാർ. ശരി, നല്ല ക്ലാസ് ആയിരുന്നു. സാറേ കഴിഞ്ഞു. ശരി. ഓക്കെ, അടുത്ത റോൾ നമ്പർ 31 ഉണ്ടോ? മൃദുല ഉദയൻ, കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഉണ്ട് സാർ. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്ക് CSR ആണ്. CSR എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിസിനസ് ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ളതാകരുത്.
മറിച്ച് നമ്മുടെ ബിസിനസ് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടാവണം എന്നാണ് ഈ CSR പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് കൊണ്ട് നമ്മുടെ വർക്ക് ഫോഴ്സിനും നമ്മുടെ എക്കണോമിക്കും നമ്മുടെ സൊസൈറ്റിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാകണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ കമ്പനിയോടൊരു വിശ്വാസം കൂടും. പിന്നെ വർക്കേഴ്സിന് സംതൃപ്തിയോടെ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നല്ല പാർട്ട്ണർഷിപ്പ് കിട്ടും, നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടും, ബ്രാൻഡ് വാല്യൂ കൂടും. അപ്പം നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിങ് പ്ലാസ്റ്റിക് മാറ്റി നമ്മളത് വല്ല മറ്റ് ബൈൻഡ് വല്ല ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് എൻവയോൺമെന്റിന് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പം വേറെ എക്സാമ്പിൾ പറയുന്ന ഒരു ചെയർ മാനുഫാക്ചറിങ് കമ്പനി, അപ്പോൾ അവരുടെ റാ മെറ്റീരിയലായിട്ട് പുതിയ പ്ലാസ്റ്റിക് മേടിക്കാതെ ഈ പഴയ പ്ലാസ്റ്റിക് തന്നെ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിൾ ഫാക്ടറാണ്. അപ്പൊ അതിനെ പറ്റിയാണ് മൃദുല ഇപ്പം പഠിപ്പിക്കാൻ പോകുന്നത്. മൃദുല സ്റ്റാർട്ട് ചെയ്തോ. അപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ഇറ്റ്സെൽഫ് അവരുടെ ആക്ടിവിറ്റീസിൽ ഇമ്പോസ് ചെയ്യുന്ന ചില റെസ്ട്രിക്ഷൻസ് ആണ്. ഇവരിങ്ങനെ സ്വന്തമായി റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എത്തിക്കൽ ആൻഡ് ലീഗൽ നോംസ് അനുസരിച്ചാണോ ബിഹേവ് ചെയ്യുന്നത്, ഇവർ ചെയ്യുന്ന ആക്ഷൻസ് ശരിയാണോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത്. ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നോക്കാം. നീഡ് ഓഫ് CSR ബിസിനസ് സ്ട്രാറ്റജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക് ചുറ്റുമായിരിക്കും. അപ്പം അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വേണം. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ CSR ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് റെപ്യൂട്ടേഷൻ കൂട്ടുക എന്നുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷൻ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും അവർക്ക് സൊസൈറ്റിയിൽ അവരുടെ റെപ്യൂട്ടേഷൻ കൂടും. അപ്പൊ റെപ്യൂട്ടേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും. മൂന്നാമത്തത് ഗവൺമെന്റൽ റെഗുലേഷൻ അല്ലെ കൺട്രോൾ അവോയ്ഡ് ചെയ്യാനാണ്. അതായത് സാധാരണ ഒരു ഓർഗനൈസേഷനും അവരുടെ ആക്ടിവിറ്റീസിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അവർ ഇഷ്ടപ്പെടുന്നൊന്നല്ല. അപ്പൊ അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യം വരുന്നില്ല. അടുത്തത് ഇവർക്ക് റിസോഴ്സസ് ഇപ്പൊ സൊസൈറ്റിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും CSR സഹായിക്കും. പിന്നെ ഇത് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന. അപ്പം ഇൻ ടേംസ് ഓഫ് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്താണ് ഈ CSR എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. അപ്പൊ ആദ്യം ഷെയർ ഹോൾഡേഴ്സിന്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിലാണെങ്കിൽ ഈ ഓർഗനൈസേഷൻ അവർക്ക് ന്യായമായിട്ടുള്ള ലാഭവിഹിതം കൊടുക്കണം, റീസണബിൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇവർക്ക് ഈ കമ്പനിയിലുള്ള അസറ്റ്സ് എന്താന്ന് വെച്ചാൽ അത് പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻ ടേംസ് ഓഫ് വർക്കേഴ്സ് ആണെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കണം, വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കണം. പിന്നെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡിക്വേറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കണം. പിന്നെ വർക്കേഴ്സിന് ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഇൻ ടേംസ് ഓഫ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്. രണ്ട്, റെഗുലർ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്ലോയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ കോർട്ടിയർ സർവീസ്, പൊളൈറ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. പിന്നെ ഇനി സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി, ലോക്കൽ എൻവയോൺമെന്റിന് ഇംപ്രൂവ് ചെയ്യണം. പിന്നെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ പീപ്പിളിനോട് എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ വേണം ബിഹേവ് ചെയ്യാനായിട്ട്. ഇനി ഇൻ ടേംസ് ഓഫ് സപ്ലയേഴ്സ് ആണെങ്കിൽ സപ്ലയേഴ്സിന്റെ കേസിൽ നമ്മളിപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് ഇവർ വളരെ പ്രിസൈസ് ആയിരിക്കണം. പിന്നെ ഇവരുമായിട്ടൊരു കോൺട്രാക്ട് ഏർപ്പെടുമ്പോഴത്തേക്ക് അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കണം സപ്ലയേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ. പിന്നെ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിന്റെ സ്പെസിഫിക്കേഷനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സപ്ലയേഴ്സുമായിട്ട് അവർ ഇൻഫോം ചെയ്തിരിക്കണം. പിന്നെ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ എമൗണ്ട് കൃത്യമായ സമയത്ത് പറഞ്ഞ എമൗണ്ട് കൊടുക്കണം. ഇതൊക്കെയാണ് സപ്ലയേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റുമായിട്ട് നോക്കുമ്പോഴത്തേക്കും
ഇപ്പൊ രാജ്യത്ത് കുറെ നിയമങ്ങളുണ്ടാവും. ഓർഗനൈസേഷൻ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. പിന്നെ ടാക്സ്, പല ടാക്സസ് ഉണ്ടാവും, അതെല്ലാം കറക്റ്റ് ആയിട്ട് പേ ചെയ്യണം. പിന്നെ കറപ്റ്റ് പ്രാക്ടീസസ്, അതായത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഇതൊക്കെയാണ് ഇൻ ടേംസ് ഓഫ് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് CSR എന്ന് പറയുന്നത്. സാർ ഓക്കെ ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു, പൊക്കോളൂ. സാർ പൊക്കോ നല്ല. ശരി കഴിഞ്ഞു. ശരി ശരി ശരി, ശരി. പൊക്കോളൂ, നല്ല ക്ലാസ് ആയിരുന്നു. അടുത്ത റോൾ നമ്പർ 43 ഉണ്ടോ? പ്രീതിക മുരളി ഉണ്ടോ? ഹലോ, കേൾക്കാമോ? ഹലോ, ഉണ്ട് സാർ. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത ടോപ്പിക്ക് മാനേജർ എത്തിക്സ് ആണ്. അപ്പം ഒരു മാനേജറിന് വേണ്ട ഫാക്ടേഴ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരുന്നു. നല്ല ലീഡർഷിപ്പ് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, സൂപ്പർവൈസ് ചെയ്യാൻ കഴിവ് വേണം, നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. പക്ഷെ ഇതിനെല്ലാം അപ്പുറം മാനേജറിന് വേണ്ട ഒരു ഫാക്ടറാണ് എത്തിക്സ്. അപ്പം മാനേജറിന് അതായത് ഒരു എത്തിക്കൽ മാനേജർ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം നിയമങ്ങൾ അനുസരിക്കണം, സത്യം പറയണം, പിന്നെ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം, പിന്നെ ആരെയും ദ്രോഹിക്കരുത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ കമ്പനി ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അത് എൻവയോൺമെന്റിന് മോശമാണെന്ന് നമുക്കറിയാം, അതായത് മാനേജറിനറിയാം. അപ്പം അത് ആദ്യം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർ ആ പ്രോഡക്റ്റിന്റെ ഉൽപ്പാദനം നിർത്തിയില്ലെങ്കിൽ അത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ഒരു എത്തിക്കൽ ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എത്തിക്സ് വേണം. അതിനെപ്പറ്റിയാണ് ഇപ്പം പ്രീതിക മുരളി പഠിപ്പിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാനേജറിയൽ എത്തിക്സ്. അതിന് നമുക്ക് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എത്തിക്സ് എന്നും പറയാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് റൈറ്റ് അല്ലെങ്കിൽ എന്താണ് റോങ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസിനെയാണ് നമ്മൾ ഈ മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എത്തിക്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. സ്ലൈഡ്. ഹലോ, കിട്ടിയോ? സ്ലൈഡ് മാറിയില്ലേ? ഞാൻ അടുത്ത സ്ലൈഡ് എടുത്തു, വന്നില്ലേ? എന്തോ കിട്ടിയില്ലേ? അടുത്ത ഒബ്ജക്റ്റീവ്സ് അല്ലേ? വന്നു. ഓക്കെ ഓക്കെ, എടുത്തു. അപ്പം നെക്സ്റ്റ് ഹലോ, 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 കേൾക്കുന്നില്ല. പ്രീതിക മുരളിയുടെ കട്ടായം തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല. അടുത്ത ആളുണ്ടോ? 52 ഉണ്ടോ? ഉണ്ട് സാർ, കേൾക്കാമോ? കേൾക്കാം. എന്തായിരുന്നു ടോപ്പിക്? ടോപ്പിക് എന്തായിരുന്നു? MBO അല്ലേ? MBO. ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക് MBO ആണ്. MBO വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. MBO മിക്കവാറും എക്സാമിന് ചോദിക്കും. അപ്പൊ MBO എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് എയിം ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂട്ടാനാണ്. അതായത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവായിട്ട് എഗ്രി ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനാണ് ഈ MBO പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കാറിന്റെ ഷോറൂം എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് പറയുകയാണ് ഈ മാസം 50 കാർ ബുക്കിംഗ്
നടത്തണമെന്ന് ഒരു എംപ്ലോയിയോട് പറയുകയാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും അലവൻസും ഒക്കെ തരാമെന്ന് പറയുകയാണ്. അപ്പം ഈ എക്സ്ട്രാ ബോണസും അലവൻസും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അവരെങ്ങനെയാലും അത് 50 എത്തിക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവായി അവിടെ ചേഞ്ച് ആയി. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം ബോണസ് ഒന്നും ഇല്ല, അലവൻസ് ഒന്നും ഇല്ല, 50 ബുക്കിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ചെയ്യാൻ ഒരു ഉത്സവം കാണത്തില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് MBO പറയുന്നത്. അപ്പം സേതു സ്റ്റാർട്ട് ചെയ്തോ. ഹലോ. ഓക്കെ. ഹലോ. സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ എങ്ങനെ നമുക്ക് മാനേജ്മെന്റ് ഒരു കമ്പനിയെ മാനേജ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പീറ്റർ ഡ്രക്കർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇതില് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ ഓഫീസിനും കൂടെ തോന്നണം അവരുടെ കൂടെ ആണെന്ന്. അതായത് മനസ്സിലായ സ്വാഭാവികമായി അവരുടെ ആയി മാറും. അപ്പൊ അവർക്ക് കൂടുതൽ അത് ചെയ്യാൻ ഉത്സാഹം ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായും മാനേജ്മെന്റിന് അതിന്റെ ലാഭം കിട്ടുകയും ചെയ്യും. അതാണ് MBO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും ഓരോ പാർട്ടായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഒരു എറർ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അപ്രോച്ച് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ അവർക്ക് കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം മാറ്റാൻ സാധിക്കും. അതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദ കൺസെപ്റ്റ് ഓഫ് MBO ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്താണോ അതിന്റെ തന്നെ ഒരു വകഭേദം എന്ന് പറയുന്ന തരത്തിലാണ് MBO പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഹലോ. സാർ നെക്സ്റ്റ് സ്ലൈഡ് വന്നില്ലേ? ഹലോ. അതെ. ഓക്കെ, എടുത്തു. വന്നു. Aims to increase individual and organizational effectiveness by organizational goals and subordinate objectives. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഗോൾ, അതായത് അവരുടെ ഓരോരുത്തർക്കും ഓരോ എയിം ആയിട്ട് കൊടുത്തിട്ട് അതിനെല്ലാം കൂടെ ഓർഗനൈസേഷൻ ചെയ്തിട്ടാണ് ഈ MBO നടത്തുന്നതാണ് ഉദ്ദേശിച്ചത്. പിന്നെന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അത് ഓരോ സ്റ്റെപ്പിലും മോണിറ്റർ ചെയ്ത് ഇവാലുവേഷൻ ചെയ്താണ് ഈ MBOയിൽ കൂടെ അത് പോകുന്നത്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഐഡിയലി എംപ്ലോയീസ് ഗെറ്റ് സ്ട്രോങ് ഇൻപുട്ട് ടു ഐഡന്റിഫൈ ദെയർ ഒബ്ജക്റ്റീവ്സ് ടൈം ഫോർ കംപ്ലീഷൻ. അതായത് ആ എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള വർക്ക് ആ എക്സാക്ട് ടൈമിൽ തന്നെ അവർക്ക് തീർക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അവർ അറിയണം. നെക്സ്റ്റ്, MBO includes ongoing tracking and feedback in process to reach objectives. ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും അവർ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ്, ഇപ്പം കട്ടാവും കേട്ടോ. അടുത്തോ അടുത്ത സ്ലൈഡ് വന്നോ? ഹലോ, സ്ലൈഡ് വന്നില്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. എല്ലാവരും അറ്റൻഡൻസ് ചാറ്റിനകത്ത് ഇട്ടായിരുന്നല്ലോ. ഹലോ.